ഈ റഷ്യ യുക്രൈൻ യുദ്ധം അപ്പോൾ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഒരു സമാധാന കരാറൊക്കെ ഉണ്ടാക്കി അവസാനിക്കും, അതിനുള്ള സാധ്യത കാണുന്നുണ്ടെന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ റഷ്യ കനത്ത ആക്രമണമാണ് യുക്രൈനിൽ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. അതായത് അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം. റിവാനെ, വോലിൻ, ലിവീവ്, സപോറിയസ്യ, ഒഡേസ തുടങ്ങി 10 ഇടങ്ങളിലാണ് അവർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. 100-ലേറെ മിസൈലുകളും 100ഓളം ഡ്രോണുകളും അയച്ച് യുക്രൈനെ ആക്രമിച്ചിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് ഈ യുദ്ധം തീർക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്സാര സമയം മതി. പക്ഷെ ഇപ്പോൾ ഒരു സൂചനയും കൂടെയാണോ ഞങ്ങൾ അങ്ങനെ അത്ര അങ്ങോട്ട് കളിക്കണ്ട? ഇവിടെ കുറേ ആളുകൾ ഇരുന്നുകൊണ്ട് ഇത് റഷ്യ വീണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളത് ചെയ്തത്. അതെ അതെ, റഷ്യക്കാരിത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോൾ ചെയ്യിപ്പിച്ചതാണ്. നാറ്റോ ഇടയ്ക്ക് സെലൻസ്കിക്ക് കുറച്ച് ആയുധങ്ങൾ കൊടുത്തു. ഈ ആയുധങ്ങൾ വെച്ച് സെലൻസ്കി അങ്ങോട്ട് ആറാടി. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം അവർ വളരെ ശ്രദ്ധിച്ച് മിനിമം ക്യാഷ്വാലിറ്റിയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാനത് പറയുന്നത് വെച്ചാൽ വേറെ ഹിയർസേ അല്ല, റഷ്യൻ ഗവൺമെൻറ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ആളെന്നിട്ട് ഇൻഫർമേഷനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പുടിനായിട്ട് വളരെ പ്രധാനപ്പെട്ട ബന്ധമുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലാർജ് സ്കെയിൽ വാങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെ സേഫ്റ്റിയെ മാത്രമാണ് അവർ അതിൽ നോക്കിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ അവിടുത്തെ റഷ്യൻ സംസാരിക്കുന്ന ആളുകളുടെ സേഫ്റ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ലിമിറ്റഡായിട്ട് നടത്തിയ ഒരു യുദ്ധത്തെ വലിച്ചു നീട്ടിയ സെലൻസ്കിയാണ്. നാറ്റോയെ സംബന്ധിച്ച് നാറ്റോയ്ക്ക് വേണ്ടത് അവിടെ എങ്ങനെ ഒരു വാർ സോണായി നിലനിർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് റഷ്യ പതുക്കെ പോയ സമയത്ത് ഒരു ആയുധം കൊടുത്ത് ഇൻറ്റൻസിഫൈ ചെയ്തു. ഇപ്പോൾ റഷ്യക്ക് തിരിച്ചടിക്കാതില്ല മറ്റു വഴിയില്ല. കാരണം റഷ്യ വേണ്ടാന്ന് നിൽക്കും, വിമാനം അവിടെ ഇവിടെയൊക്കെ അറ്റാക്ക് ചെയ്യണം. അപ്പം ഇത് പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും റഷ്യയുടെ പവർ എന്താണ്. നമ്മൾ അന്നേ പറഞ്ഞതാണ് റഷ്യൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എത്ര ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ പോലും അതെ ഉക്രൈൻ അവരെ കൂടെ പിടിക്കണം. ഇനിയൊരു 100 വർഷം എടുക്കും. ഒരു വിമാനം തകർന്നു വീണം അപ്പോൾ റഷ്യൻ വിമാനങ്ങൾ പലതും കുറേ സോട്ടിയൊന്നും നടത്താത്ത വിമാനങ്ങളാണ്. അപ്പോൾ അറ്റകുറ്റപ്പെട്ടങ്ങൾ നടത്തുന്ന പ്രശ്നമുണ്ട്. ഇനി അമേരിക്കയുടെ ഏറ്റവും പുതിയ 5th ജനറേഷൻ F-22 റാപ്റ്റർ ഈ പരിശീലനം പറക്കുന്നത് തകർന്നു വീഴുന്നതിൻ്റെ ഇത്ര യൂട്യൂബ് കിട്ടും. അപ്പോൾ വിമാനങ്ങളൊക്കെ തകർന്നു വീഴുന്നതൊക്കെ ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റാണ് F-22 റാപ്റ്റർ. അത് ഈ പറയുന്ന ഇതിൻ്റെ ഇടയിൽ ഫ്ലൈയിങ് സോട്ടി എന്ന് വെച്ചാൽ ഈ പരിശീലനം പറക്കുന്ന ഇടയിൽ തകർന്നു വീഴുന്ന ഇത്രയുണ്ട്. തകർന്നു വീണിട്ടുണ്ട്. അതിന് വലുതൊന്നല്ലല്ലോ. ഇതൊക്കെ കണ്ടാണ് ഇവിടെ പൗരത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർക്ക് ഇതിൻ്റെ ABCD അറിയില്ല. 3 ലക്ഷം ആൾ മരിച്ചു, 4 ലക്ഷം. അത് കാഷ്വാലിറ്റി അത്രയൊന്നും ആയിട്ടൊന്നുമില്ല. ഇപ്പം 15,000 ആളുകൾ മരിച്ചിട്ടുണ്ടോ, അത്രയാണ് ഇതിൻ്റെ കാഷ്വാലിറ്റി. ഇപ്പോൾ റഷ്യ ഇപ്പം ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു മെസ്സേജ്, നിങ്ങൾ പറഞ്ഞ പോലെ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. അധികം കിടന്ന് വിളയണ്ട എന്നുള്ളൊരു മെസ്സേജാണ് റഷ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കാര്യം ഇന്ത്യയുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. കാരണം മോഡി അവിടെ പോയിട്ട് ഇവരെ പ്രത്യേകിച്ച് പുടിനുമായിട്ടൊരു അടുത്ത ബന്ധം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നു. അതും ഈ സെലൻസ്കി ആയിട്ടും കൊടുക്കും. ഇത് അമേരിക്കയ്ക്ക് പിടിച്ചിട്ടില്ല. അമേരിക്ക പല രീതിയിൽ നമ്മളെ വലുപ്പം പ്രഷർ ചെലുത്തുന്നതന്നെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഡയസ്പോറയുടെ മേലൊക്കെ പ്രഷർ ചെലുത്തുന്നുണ്ട്. പിന്നെ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല. അതിൻ്റെ അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് പലതൊക്കെ അമേരിക്കയിൽ നിന്ന് വരാൻ സാധ്യത പല ഇൻവെസ്റ്റ്മെൻറ്റുകളിപ്പം നമ്മളെ വരുന്നില്ല. പിന്നെ ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗം നേരിടുന്നുണ്ട്. പക്ഷേ നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അതിന് ചില ആളുകൾ പറയുന്നുണ്ട് അമേരിക്ക പറഞ്ഞത് കേട്ട് അവരുടെ കൂടെ അങ്ങ് നിൽക്കുന്നതാണ് നല്ലത്, അത് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു നിന്നിട്ടില്ല, അവരെ കൂടെ നിന്നിട്ട് റഷ്യയുടെ കൂടെ നിന്നിട്ടില്ല. നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ഉണ്ട്. പിന്നെ എളുപ്പം ഇറാഖ് പോലെ അഫ്ഗാനിസ്ഥാൻ പോലെ ബോംബിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഇതൊരു വലിയ രാജ്യം, ഇത്രയും വലിയ പോപ്പുലേഷനും വലിയൊരു മാർക്കറ്റുമാണ്. നമുക്ക് നമ്മുടേതായ വീക്ക്നെസ്സുകളുണ്ടാവും. പക്ഷേ നമ്മൾ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള നാഷനാണ്. അപ്പോൾ അമേരിക്കയുടെ കൂടെ കണ്ണു അടച്ചതിൻ്റെ കാര്യമില്ല. അവർ യൂസ് ആൻഡ് ത്രോ അവെയാണ്. അവർ മുമ്പ് ഇറാഖിന് ഉപയോഗിച്ചിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ലോകത്തുള്ള എല്ലാവരും അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ നമുക്കൊരു വിലയുണ്ടാവും. അതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ചില ആളുകൾ പറഞ്ഞത് അമേരിക്ക ഇപ്പം ഭയങ്കര പ്രഷർ ചെലുത്തുന്നുണ്ട്. അമേരിക്ക പ്രഷർ ചെലുത്തുന്നുണ്ടാവും സ്വാഭാവികം. ഇത് നെഹ്റുവിൻ്റെ മേലുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ മേലുണ്ടായിരുന്നു. ഇവരാരും തന്നെ അതിന് വശംബദ്ധരായിട്ടില്ല. ആരോടും നമുക്ക് എതിർപ്പൊന്നുമില്ല. ആ നിലപാട് തന്നെയാണ് മോഡി എടുത്തിട്ടുള്ളത്. അപ്പം അമേരിക്കനെ മനസ്സ് നിങ്ങൾ പേടിച്ച് കഴിഞ്ഞാൽ ആജീവൻ അന്ന് പേടിക്കേണ്ടതായിട്ട് വരും. പിന്നെ അമേരിക്ക ചെയ്യുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഭാഗം അവർ ചെയ്യുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുക. അതാണ് ഇപ്പോൾ ചിരാഗ് പാസ്വാനൊക്കെ ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത്. ഈ ജാതി സെൻസസ് ഉണ്ടാകുന്ന പക്ഷേ ഇന്ത്യ ഉള്ളിൽ നിന്ന് പൊട്ടും. ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ ഡിബേറ്റ് ഉണ്ടാക്കാൻ പറ്റും.
എന്നിട്ട് അതിലുള്ള ഈ റെപ്രസെൻറ്റേഷൻ കുറഞ്ഞു വന്ന് വിഭാഗം ആളുകളെ തെരുവിലിറക്കാം. അവരൊക്കെ അവരെ മാസമായിട്ട് മറ്റേ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കും. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട. ഇതിപ്പോൾ നമ്മുടെ ഒരു സൈഡ് നടക്കുന്നത്. ഇത് ഈ രാജ്യസ്നേഹികളായ ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ പലരും രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് മനസ്സിലാക്കുന്നില്ല, ഇവരെ അറിയുന്നില്ല. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കുടുംബങ്ങളിലുള്ള കുട്ടികൾ, ജനിക്കാൻ പോകുന്ന കുട്ടികൾ, എപ്പോഴുള്ള കുട്ടികൾ, ഇവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ വേറെ ഏതെങ്കിലും മതത്തിൻ്റെ അനുയായികളായി മാറും. അതല്ലെങ്കിൽ ഈ തീവ്രവാദികളായി മാറും. ഈ രാജ്യത്തോട് വെറുപ്പ് കൊണ്ടുവച്ചിട്ട് പൊട്ടിക്കാൻ ഇവർക്കറിയാം. അപ്പോൾ ഇതാണ് അമേരിക്കയുടെ പ്ലാൻ. നമ്മളത് അറിഞ്ഞുകൊണ്ടാണ് കളിക്കുന്നത്. അതറിയാതെ വെറുതെ കിടന്നിട്ട് വർത്തമാനം വന്നിട്ട് ഒരു കാര്യമില്ല. ഈ വിഷയത്തിൽ പലപ്പോഴും കേരളത്തിൽ ആളുകൾ കാര്യം അറിയാതെയാണ് പല ലേഖനങ്ങൾ എഴുതുന്നതും പിന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, യുദ്ധം അവസാനിപ്പിക്കണം, ഇത്രയും നാളായി, എന്നാൽ പിന്നെ ഇതങ്ങ് അവസാനിപ്പിക്കാം എന്നൊരു ചിന്ത റഷ്യക്ക് വന്നിട്ടുണ്ടാവും ഇപ്പോൾ? അല്ല, റഷ്യക്ക് എല്ലാ കാലത്തും ഉണ്ടല്ലോ. ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട, അവർക്ക് താല്പര്യമേ ഇല്ല. പക്ഷേ ഇതിപ്പോൾ അവരുടെ അവർ യുദ്ധം ചെയ്യാനുള്ള ഒരു വലിയ യുദ്ധം ചെയ്യാനുള്ള സാമ്പത്തിക, അവർ യുദ്ധം ചെയ്യാൻ പറ്റും, ജയിക്കാനും പറ്റും. പക്ഷേ ഒരു യുദ്ധം എപ്പോഴും ജയിച്ച എക്കോണമിയും തോറ്റ എക്കോണമിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട്. അല്ലെ അമേരിക്ക പോലെ ഏതെങ്കിലും വിദൂര ദേശത്ത് പോയി ബോംബിട്ട് നശിപ്പിച്ചിട്ട് അവിടെ ഞങ്ങൾക്ക് ചിലവായ കാശ് നിന്ന് അവരുടെ പൈസ പിടിക്കുന്ന പരിപാടിയായിരിക്കും. അത് റഷ്യക്ക് തൽക്കാലം പറ്റില്ല. ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് തൽക്കാലം പറ്റില്ല, അതിന് ശേഷിയില്ല അവർക്ക്. പക്ഷേ ഉക്രൈനൊക്കെ നേരിടാനുള്ള ശേഷി അവർക്കുണ്ട്, അമേരിക്കയെ നേരിടാനുള്ള ശേഷിയുണ്ട്. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലെങ്കിൽ അവർ മറ്റേ സാത്താൻ 2 അങ്ങ് വിട്ടേക്കും. പിന്നെ അമേരിക്ക ഉണ്ടാവില്ല, തിരിച്ച് അമേരിക്കയും വിടും, പിന്നെ റഷ്യ ഉണ്ടാവില്ല, ലോകം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ശേഷി അവർക്കുണ്ട്. ഇപ്പോഴും ഈ അമേരിക്കയും റഷ്യയും തന്നെയാണ് വൻ ശക്തി. പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായത്, സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. ആയുധത്തിൻ്റെ പ്രഹരശേഷി വെച്ച് നോക്കുമ്പോൾ അവരാണ്. സാമ്പത്തികമായി വെച്ച് റഷ്യ ഭയങ്കര വീക്കാണ്. പിന്നെ ആയുധങ്ങൾ മോഡേണൈസ് ചെയ്യുന്നതിൽ അവർ വലിയ രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവർ പണ്ടുണ്ടാക്കി വെച്ച നെറ്റ്വർക്ക് സ്ട്രോങ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണം നശിച്ചെങ്കിൽ പോലും ഇന്ത്യൻ പോലീസിനും പട്ടാളത്തിന് വരെ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം ഇപ്പോഴും ഉണ്ട്. അവർക്കാൾ മോഡിയാണ് അതാണ് വളരെ സെലക്റ്റീവായി പലരെയും ഒഴിവാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇവരുണ്ടാക്കി വെച്ചാണല്ലോ. അതുപോലെ റഷ്യക്ക് ലോകവ്യാപകമായിട്ടൊരു സ്വാധീനമുണ്ട്, അത് മാഫിയയിലുണ്ട്. ഈ സ്റ്റേറ്റ് ആക്ടേഴ്സിന് മാത്രമല്ല, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിലുമുണ്ട്. റഷ്യക്ക് വലിയ, അതായത് ജോൺ വിക്ക് സിനിമയെ കണ്ടാൽ മനസ്സിലാവും, ഇതൊന്നും വെറുതെ എടുക്കുന്നതല്ല. റഷ്യൻ മാഫിയ വളരെ പവർഫുള്ളാണ്. അവർക്ക് പുട്ടിനൊക്കെ നല്ല ബന്ധമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ റഷ്യക്ക് പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകും. അമേരിക്കൻ ഇലക്ഷൻ റഷ്യ അട്ടിമറിച്ചു എന്നാണ് ട്രംപിൻ്റെ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പലരും പറഞ്ഞത്. അതിനുള്ള ശേഷി റഷ്യക്ക് ഉണ്ട്. സൈനികമായിട്ട് നോക്കുമ്പം ഒരുപാട്, സാമ്പത്തികമായി നോക്കുമ്പോൾ ചൈന ആയിരിക്കും ഏറ്റവും വലിയ ശക്തി. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി ചൈന ആയിരിക്കും. പക്ഷേ ഇന്നും റഷ്യയുടെ കയ്യിൽ മുമ്പുള്ള ആർസണൽസും അവർക്ക് ലോകത്തിൻ്റെ വിവിധ മുക്കിലും മുലയുള്ള സ്വാധീനം വെച്ച് നോക്കുമ്പോൾ ഫോർമിഡബിൾ മിലിറ്ററി പവർ, പൊളിറ്റിക്കൽ പവർ അവർ തന്നെയാണ് രണ്ടാമത്. പണ്ടൊരു ആശയം ലോകമെമ്പാടും അവരിങ്ങനെ അത് ഒരു വലിയ സ്വാധീനമല്ലേ. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയം, കമ്മ്യൂണിസ്റ്റുകാരുടെ മക്ക എന്ന് പറയുന്നത് തന്നെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അത് ആ രാജ്യമില്ലാതെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ അവിടെയെല്ലാം ഈ സോവിയറ്റ് യൂണിയൻ്റെ ആധിപത്യവും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ സ്വാധീനവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആശയം ഇല്ലാതായി പോയിട്ടും റഷ്യക്ക് ഏത് തരത്തിലുള്ള സ്വാധീനം? ആശയമേ ഇല്ലാതായിട്ടുള്ളൂ. റഷ്യ എന്നുള്ള വികാരമുണ്ട് റഷ്യക്കാർക്ക്. ഓരോ സ്ലീപ്പർ സെല്ലുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. പണ്ട് KGB ഉണ്ടാക്കി. പുട്ടിൻ്റെ ഒരു കാര്യം, പുട്ടിൻ KGBൻ്റെ തലവനായിരുന്നു. അതെ, ജർമ്മനിയിൽ, മറ്റേ ഈസ്റ്റ് ജർമ്മനിയിൽ KGBയുടെ തലവനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സ്ലീപ്പിംഗ് സെല്ലുകളെല്ലാം അയാൾക്ക് അറിയാം. അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമാണ് റഷ്യൻ സ്ലീപ്പിംഗ് സെല്ലുകൾ. അപ്പോൾ ആഞ്ചലിന ജോലി നായികയായിട്ടുള്ള ഒരു സിനിമയുണ്ട്, സോൾട്ട് എന്ന് പറഞ്ഞ കഥയാണ് കഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ആ ആശയം മാത്രമാണ് അവിടെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുള്ളത്. ആശയം മീൻസ് ആ രാജ്യം സോവിയറ്റ് യൂണിയൻ, സോഷ്യലിസമായി അവിടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൂ. റഷ്യ എന്നുള്ള വികാരം പവർഫുള്ളാണ്, ഇപ്പോഴും ഉണ്ട്. ആ റഷ്യ എന്നുള്ള വികാരം അവർ പഴയ സർ രാജവംശമായിട്ടാണ് ബന്ധപ്പെട്ടാണ് കാണുന്നത്. അല്ലാതെ കമ്മ്യൂണിസം റഷ്യയെ നശിപ്പിച്ചു എന്ന് അവർ പറയും. അല്ല, റഷ്യ ഈ കമ്മ്യൂണിസത്തോടു കൂടി വലിയ ശക്തിയായ രാജ്യമൊന്നുമല്ല. റഷ്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ 3ാമത്തെ ശക്തിയായിരുന്നു ആ കാലത്ത്. ജർമ്മനി വന്നപ്പോൾ എനിക്ക് 4ാമത്തെ ശക്തിയായി. പക്ഷേ പിന്നെ ഈ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം ആകുമ്പോഴേക്കും റഷ്യ ജപ്പാനുമായിട്ട് ഒരു സ്ട്രാറ്റജിക്കൽ യുദ്ധത്തിലൊക്കെ തോറ്റുപോയി. അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ വന്നു. പിന്നെ അവിടെയുള്ള ഈ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ലോകത്തെ, അത് ജൂതന്മാരൊക്കെ ഉണ്ടതിൽ. ഈ ലോകത്തെ മൊത്തം അടിച്ചില്ലാതാക്കണം, രാജവംശങ്ങളെ മൊത്തം ഇല്ലാതാക്കണം എന്ന് സ്ലീപ്പിംഗ് സെൽസ് ഉണ്ടായിരുന്നു. അവർ ഈ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ സ്പോൺസർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അവിടെ റഷ്യയിൽ പിന്നെ വിപ്ലവം ഉണ്ടാക്കുന്നത്. റഷ്യയിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമല്ല, അതൊരു മിലിറ്ററി വിപ്ലവമായിരുന്നു. കർഷകർ സമരം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് ബേസിക്കലി മിലിറ്ററി കൂറും ആളുകളോട് കൂടിയിട്ടാണ് അതിൻ്റെ സ്വഭാവം മാറുന്നത്.
അത് ശത്രുക്കളായ മിലിറ്ററി കൂവമോ കാരണം അവർ ശമ്പളം കൊടുക്കാനില്ലാത്തൊരവസ്ഥ വന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ഒരുപാട് സമ്പത്ത് വെറുതെ നഷ്ടപ്പെടുത്തി. ജപ്പാനുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റു. അവർ ഭയങ്കര നാണക്കേടായി ഒരു ഏഷ്യൻ രാജ്യത്തോട് തോറ്റു. അങ്ങനെ മുതൽ നഷ്ടപ്പെട്ടു. അതിനിടയ്ക്കാണ് റാസ്പുട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള കള്ള സന്യാസി രാജാവിൻ്റെ ഭാര്യയുമായിട്ട് ക്ലോസ് ആയിട്ട് അലയൻസ് സ്ഥാപിക്കുക. അത് അവർ പാവ സ്ത്രീയായിരുന്നു. അവർ അവരുടെ മോന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അയാളെ കൊണ്ടുവന്നു. അപ്പോൾ ഇയാൾ തൊടുമ്പോൾ ഇയാളെന്തോ മരുന്ന് കൊടുക്കും. അപ്പോൾ ഇവന് ഭേദപ്പെടുന്നുണ്ട്. അങ്ങനെ അവർക്കൊരു ബന്ധം വന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവന് കമ്മീഷൻ മേടിച്ചു തുടങ്ങി. ഉയർന്ന ഒഫീഷ്യൽസിൻ്റെ ഭാര്യമാരെയൊക്കെ മിസ്യൂസ് ചെയ്ത് തുടങ്ങി, അബ്യൂസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു ടെററായിരുന്നു ഇയാൾ. അങ്ങനെ ഇയാൾ വിഷം കൊടുത്താണ് വെടിവെച്ചത് റാസ്പുട്ടിൻ. അങ്ങനെ രാജകുടുംബത്തെ പറ്റി ആളുകൾക്ക് ഒരു മതിപ്പ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വന്നുകൊണ്ടാണ് നമ്മുടെ അന്ന് റവല്യൂഷൻ ജയിക്കുന്നത്. അല്ലെങ്കിൽ ജയിക്കില്ല അവിടെ. എന്നാൽ മറ്റ് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലൊക്കെ ജർമ്മനിയിലൊക്കെ ഇങ്ങനെ പോകാതെ നോക്കാനും പറ്റി. ജർമ്മനിയിൽ പിന്നെ എന്താ സംഭവിച്ചത്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ തോറ്റതിന് ശേഷമാണ് കൈസറിന് മാറേണ്ടി വന്നത്. അത് ജയിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ചിത്രം വേഗമാകിയത്. അത് തോൽക്കാൻ കാരണം ജൂതന്മാർ ഒറ്റ കൊടുത്താണ്. ജൂതന്മാർക്ക് ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഫണ്ട് ചെയ്തു, ബ്രിട്ടനെ ഫണ്ട് ചെയ്തു. മാത്രം അവർ കൂറ് ബ്രിട്ടനോട്. അതുകൊണ്ടാണ് ഈ ജർമ്മൻകാർക്ക് ജൂതന്മാരുടെ ഒത്തിരി വിരോധം വന്നത്. ആ സമയമാകുമ്പോഴേക്ക് ജൂതന്മാരന്ന് ഒറ്റ കൊടുത്തില്ലെങ്കിൽ അവരെന്നാ യുദ്ധം ജയിക്കും. എന്തായാലും നമുക്ക് യുദ്ധം അവസാനിക്കുന്നതിനായി കാത്തിരിക്കാം.